ഞാൻ പോവാറുള്ള പാർലറിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ഒരു പാർലറിൽ വരുന്ന ആരൊക്കെയാണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയ ക്യാരക്ടേഴ്സാണ്. ഇതെന്താ മോളെ? അതെ, പുണ്യാളിന് നേർച്ച കൊടുക്കാനുള്ള കോഴിയാണ്. How was your relationship with the പൂവൻകോഴി? പാർത്ഥനുമായിട്ട് അത്രയും കമ്പനി ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഹി വാസ് സച്ച് കാം കോഴി. ചിറക് പറക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് നമ്മൾ കാലിന്റെ താഴെ ചെറുതായിട്ടൊന്ന് ഇക്കിളിയാക്കി കൊടുത്താലാണ് അത് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഷാജി ചേട്ടൻ പറഞ്ഞത് എന്നെ കുറച്ചുകൂടെ എംപത്തറ്റിക് ആക്കി. എൻ്റെ അമ്മയായിട്ട് ഞാൻ കുറേ കൂടെ ക്ലോസറായി. അമ്മ ഇസ് ലോട്ട് ലൈക്ക് വിക്ടോറിയ. എല്ലാവരുടെയും കാര്യം ആദ്യം വെച്ചിട്ട് പിന്നെ അവസാനം ആണ് സ്വന്തം കാര്യം ഇടുന്നത്. ആരെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യുക, അതൊന്നും എനിക്ക് ചിന്തിക്കാനേ പോസിബിൾ ആയിരുന്നില്ല. കാരണം എനിക്കറിയായിരുന്നു ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സ് ബോത്ത് മെൻ ആൻഡ് വിമൻ വർക്കിംഗ് ഇൻഡസ്ട്രി സിവിയർലി അണ്ടർ പെയ്ഡ്. പലരും എന്നെ സിനിമ പഠിപ്പിക്കാനൊക്കെ വരും. എവറി ഡേയിൽ നമ്മൾ ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ, ഇയാളെ അറിയോ, ഇന്ന കാര്യം അറിയോ, അങ്ങനെ അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. പുണ്യാളൻ്റെ ഒരു പ്രസൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് കോഴി വരുന്നത്. ലൈക്ക് അവളെ അന്ന് ആ കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ കോഴിക്ക് ഒരു റോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഷാങ്ഹായ് തന്നെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന IFFK കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി ഇല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ അപ്ലൈ ചെയ്യായിരുന്നു. ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ വുഡ് ലൈക്ക് റിയലി സേ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഗ്രാൻഡ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദിസ് ഷുഡ് ഗോ ഓൺ. ഇനി ഒരുപാട് സ്ത്രീകളും ഒരുപാട് ദളിത് സംവിധായകരും അവരുടെ ആദ്യത്തെ സിനിമ ഇതിലൂടെ തന്നെ ചെയ്യണം. ഒരു പടത്തിന് ഡബ് ചെയ്തു ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ആ സിനിമ കണ്ടത്. ഐ ഫെൽറ്റ് ഓക്കെ, ശബ്ദം കേൾക്കുമ്പോൾ ഇത്രയും സന്തോഷം തരികയാണെങ്കിൽ സ്ക്രീനിലും കൂടെ വരാൻ സാധിച്ചതിന് എന്തൊരു സന്തോഷമായിരിക്കും എന്നുള്ളത്. അപ്പം അവിടെ നിന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. നൗ ദെയർ ഈസ് നോ ഗോയിങ് ബാക്ക്. ഞാൻ ചെയ്യുന്നതെല്ലാം മഹത്തായ സിനിമയായിരിക്കണം എന്നൊന്നും അങ്ങനത്തെ ഒരു വിചാരം മാറി. അതുണ്ടായിരുന്നു. ഇതിനകത്തെ കോൺഫ്ലിക്റ്റ് മെയിനായിട്ട് ഈ റിലേഷൻഷിപ്പും ഫാമിലിയിലെ സ്ട്രഗിളും ആയിരുന്നു. ആൻഡ് ഇൻ എ സെൻസ് അതൊരു പാട്രിയാർക്കൽ ആയിട്ടുള്ള സാധനത്തിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പക്ഷേ ഇതില്ലാത്തൊരു സെറ്റിങ്ങിൽ ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ചേഞ്ചസ് ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രിപ്റ്റ്. എറണാകുളത്തെ എടപ്പള്ളി പള്ളിയിലേക്ക് നേർച്ച വെച്ചിട്ടുള്ള ഒരു പൂവൻകോഴി. ആ പൂവൻകോഴി വിക്ടോറിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഒരു ദിവസം. ആ ദിവസം വിക്ടോറിയ വളരെ സ്ട്രെസ്ഡ് ആണ്. വിക്ടോറിയക്ക് ലൈഫിലുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുകയും കൂടിയാണ്. ഒരു വശത്ത് വളരെ പാട്രിയാർക്കലായിട്ടുള്ള വിക്ടോറിയയുടെ അച്ഛൻ, മറുവശത്ത് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട വിക്ടോറിയയുടെ കാമുകൻ. രണ്ടുപേരും ആക്ച്വലി പാട്രിയാർക്കിയുടെ റിഫ്ലക്ഷൻ ആണ്. വിക്ടോറിയ പാട്രിയാർക്കിയുടെ വിക്ടിമുമാണ്. അവിടേക്കാണ് വിക്ടോറിയയുടെ കയ്യിലേക്ക് അന്നമ്മ ചേർത്തി നേർച്ച കോഴിയെ ഒരു ദിവസം ബ്യൂട്ടി പാർലറിലെ വിക്ടോറിയയുടെ അടുത്ത് ഒന്ന് വൈകുന്നേരം വരെ വെക്കോ, ഞാൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് വിക്ടോറിയയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഈ കാല് കെട്ടിയ പൂവൻകോഴി വിക്ടോറിയയോടൊപ്പം സ്ത്രീകൾ മാത്രമുള്ള, പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിട്ടുള്ള ബ്യൂട്ടി പാർലറിലേക്ക് കടന്നു വരികയും ഒരു മൂലയിൽ ഇരുന്നുകൊണ്ട് വിക്ടോറിയയുടെ ചോറ്റും പാത്രത്തിലെ ഇത്തിരി ചോറും കഴിച്ച് ഒരു ദിവസം പോകുമ്പോൾ ആ പൂവൻകോഴിയോടൊപ്പം വിക്ടോറിയയും ബലിയാടാവുകയാണോ എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളും ആ പാർലറിലേക്ക് കയറി വരുന്ന സമൂഹത്തിന്റെ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പല തരത്തിലുള്ള തോട്ട് പ്രോസസ്സും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളും അവരോടുള്ള വിക്ടോറിയയുടെ ഇടപെടലുകളും, സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണോ, സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ് ഇന്റഗ്രൽ ആണോ എന്നൊക്കെ വിക്ടോറിയയെ ചിന്തിപ്പിക്കുന്ന ആ ദിവസത്തെ പറ്റി പറയുന്ന പടമാണ് ശിവരഞ്ജിനിയുടെ വിക്ടോറിയ മൂവി. KSFDC പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ സിനിമ ലോകം മുഴുവൻ സഞ്ചരിച്ചു, പല ഫെസ്റ്റിവലുകളിൽ. കേരളത്തിന്റെ കഥ, കേരളത്തിലെ നേർച്ച കോഴികളുടെ കഥ ലോകം മുഴുവൻ അറിഞ്ഞു. ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിലും IFFKയിലുമെല്ലാം ഒഫീഷ്യൽ സെലക്ഷനും അതിൽ അഭിനയിച്ചിരിക്കുന്ന വിക്ടോറിയ ക്യാരക്ടർ ചെയ്ത മീനാക്ഷി ജയന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ ലഭിച്ചു. ഇന്ന് നമ്മളോടൊപ്പം വിക്ടോറിയയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുവാനും അതുപോലെ സ്ത്രീകൾ സിനിമയെടുക്കുമ്പോൾ, സ്ത്രീകളെ വെച്ച് സിനിമയെടുക്കുമ്പോൾ, സർക്കാരിന്റെ ധനസഹായത്തോടെ സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ് ഇവോൾവ് ആവുന്നത്, ഹൗ ഇസ് ഇറ്റ് ആക്ച്വലി മേക്കിംഗ് എ മാർക്ക് ഇൻ ആൻ ഇൻഡസ്ട്രി that has a lot of money flowing for stardom and for films that are commercial success. നമുക്ക് അവരോടൊപ്പം ഇരിക്കാം. വെൽക്കം ടു മലബാർ ജേണൽ. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. താങ്ക് യു. Let me start from the makeup.
Can you tell me like how was your journey, the entire process of filmmaking? How was it for you? വലിയൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ഒരു 2021 ഇതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങുന്നത്. 21 എൻഡിലാണ് KSFDC പ്രോജക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് 2022 മൊത്തം ഇതിൻ്റെ ഒരു പ്രോസസ്സിലായിരുന്നു. സ്ക്രീനിങ് പ്രോസസ് ആണോ പ്രീ പ്രൊഡക്ഷൻ പ്രോസസ് ആയിരുന്നോ? സിനിമ ഇവർ പിക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്. ഇവരിത് ഓപ്പൺ കോൾ വെക്കുന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് പിക്ക് ചെയ്ത കുറച്ച് സിനോപ്സിസ് ആണ് നമ്മൾ ആദ്യം അയക്കുന്നത്. അവരുടെ ആ ഒരു സ്ക്രീനിങ്ങിന്റെ അപ്പോൾ സിനോപ്സിസിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോജക്ട്സ് അവർ പിക്ക് ചെയ്തിട്ട് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ വർക്ക്ഷോപ്പിൽ നമുക്കൊരു പിച്ച് ഡെക്ക് എങ്ങനെ ഉണ്ടാക്കാം, ട്രീറ്റ്മെന്റ് നോട്ട് എങ്ങനെ എഴുതാം എന്നൊക്കെയുള്ള ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ പ്രിയ കൃഷ്ണസ്വാമി, അമിത് ത്യാഗി, അങ്ങനെ FTI ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിരുന്നു നമുക്ക് വന്ന് ട്രെയിനിങ് ചെയ്തിരുന്നത്. നമുക്കൊരു മെന്റർ പോലെ ഒരാളുണ്ടായിരുന്നു എഴുത്തുന്ന പ്രോസസ്സിൽ, പ്രിയ കൃഷ്ണസ്വാമി. അപ്പോൾ നമുക്ക് അവരോട് സംസാരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് നോട്ട് എഴുതാം. എന്നിട്ട് പിന്നെ അവസാനത്തെ ദിവസം എല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ചിത്രാഞ്ജലിയിൽ ഇത് പ്രസന്റ് ചെയ്യുക, എല്ലാവരുടെയും മുന്നിൽ ഇതൊരു പിച്ച് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഫുൾ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഇന്റർവ്യൂ വേറെ. അപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷം ഈ ഒരു പ്രോസസ്സിലായിരുന്നു. KSFDCയുടെ ഒരു ഈ 2 പേരിലേക്ക് എത്തുന്ന ഒരു കോമ്പറ്റീഷൻ പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞ് 23 നമ്മൾ സിനിമ തുടങ്ങായിരുന്നു. 23 ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 വർഷം ആവറായി. അങ്ങനെ ഒരു വലിയൊരു ലോങ് ജേർണി കഴിഞ്ഞിരിക്കുന്ന പോലെയാണ്. It had come out well, got a lot of awards, went across the world. So it's like a fruitful ആയ സമയമാണ് ഇപ്പോൾ അല്ലേ? So Meenakshi, you made this film actually more popular with your Shanghai award, your performance, and the entire movie anchors on you. Meenakshi ആണ് ഇതിന്റെ main person who brings out, and you do the titular role. You were also part of this journey from 2023. Yes. After ഇതിന്റെ ശരിക്കും audition കഴിഞ്ഞത് തൊട്ടിട്ട് you were also there, and you act as a person who is working in a beauty parlor. ഈ ഒരു പ്രിപ്പറേഷൻ ഫോർ ദ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ലൈക്ക് എൻ്റെ മൂവിയിൽ നമുക്ക് കാണാം ദാറ്റ് യു ഡു വാക്സിങ് ചെയ്യുന്നുണ്ട്, ത്രെഡിങ് ചെയ്യുന്നുണ്ട്, പെഡിക്യൂർ ചെയ്യുന്നുണ്ട്. സോ ഹൗ ഡിഡ് യു പ്രിപ്പയർ ഫോർ ദ ക്യാരക്ടർ? എനിക്ക് ആക്ച്വലി ഓഡിഷൻ കോൾ വന്നപ്പോഴേ എനിക്ക് കിട്ടില്ല എന്നുള്ളതായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം അങ്കമാലി ആക്സെന്റ് ഉള്ള ആളെയാണ് അവർ തപ്പുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതിനെ കണ്ടിരുന്നത് ഓക്കെ എന്തായാലും കിട്ടില്ല, അപ്പൊ ഒരു പുതിയ ആക്സെന്റ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ ഓഡിഷൻ എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ ചുമ്മാ അങ്കമാലിയിലൊക്കെ പോയി കുറച്ച് വോയിസ് നോട്ട്സ് എല്ലാവരുടെ അടുത്തുനിന്നും എടുത്ത് അങ്ങനെ എടുത്തതിന് ശേഷമാണ് ഞാൻ ശിവനെ ചുമ്മാ പോയി മീറ്റ് ചെയ്യുന്നത്. അസോസിയേറ്റ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചോദിച്ചു, പ്രോപ്പർ അങ്കമാലി ആക്സെന്റ് ഉള്ള ഒരാളുടെ കൂടെ ഒരു കോഫി കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ അവർ പറഞ്ഞു ഡയറക്ടർ തന്നെ ഉണ്ട് ബസ് സ്റ്റോപ്പിൽ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി ഒരു ചായ കുടിക്കാൻ പോയിരുന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്തു. അപ്പം എനിക്ക് റിയലി ഫെൽറ്റ് ലൈക്ക് ഇത് കിട്ടില്ലായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം ശിവയുടെ കൂടെ വർക്ക് ചെയ്യണം എന്നെനിക്ക് അന്ന് തോന്നിയിരുന്നു. പിന്നെ ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം ഓൺ ബോർഡ് ആയതിനു ശേഷം ശിവയ്ക്ക് ഈ ഐഡിയ കിട്ടിയ ഒരു പാർലർ ഉണ്ട് അങ്കമാലിയിൽ. അപ്പം അവിടെ പോയിട്ട് നമ്മൾ എല്ലാ ദിവസവും പോവായിരുന്നു. അവിടെ അവര് ഷട്ടർ തുറക്കുമ്പോൾ തന്നെ പോവും, നമ്മൾ ഒരുമിച്ചാണ് കയറുന്നത് കടയിൽ. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും, എന്നിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ മറ്റേ പിടിച്ചു കൊടുക്കുമല്ലോ ത്രെഡ് ചെയ്യാൻ, അതൊക്കെ കുറെ കാലം ഞാനായിരുന്നു അവിടെ. അപ്പം എന്നിട്ട് അവരെനിക്ക് ത്രെഡിങ് പഠിപ്പിച്ചു തരും, വാക്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പോയി കഴിയുമ്പോൾ ഉള്ള സമയം പൊതുവെ ഇവർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഒരു ശല്യമായിരുന്നു. ഞാൻ എന്നിട്ട് അവരെന്നെ ഇതെല്ലാം പഠിപ്പിക്കുന്നു, വാക്സിങ്, പെഡിക്യൂർ, മസാജ് ചെയ്യുന്നതും ഒക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിന്റെ സമയത്തും നമുക്ക് അവിടെ ഒരു എന്താ പറയുക ഹെന്നയൊക്കെ ഇടുന്ന പരിപാടി, അത് ഭയങ്കര പാടാ ശരിക്കും. അപ്പം അത് പ്രിസൈസ്ലി അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ഷൂട്ടിൻ്റെ സമയത്ത്. പിന്നെ ആക്സെൻറ്റ് പ്രോപ്പർ ആക്കാനായിട്ട് ശിവയുടെ കൂടെ സംസാരിക്കുമ്പം നല്ല അത് ഭയങ്കരമായിട്ട് ഹെൽപ്പായി. പിന്നെ അനൂക്കി ആന്റണി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ക്രിപ്റ്റ് കൺസൾട്ടൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി കറക്റ്റ് എപ്പോഴെങ്കിലും സ്ലിപ്പായ അപ്പം തന്നെ വന്ന് പറയുമായിരുന്നു. അതൊക്കെ എന്നെ വളരെയധികം അങ്ങനെയാണ് പ്രിപ്പയർ ആയത് റോളിലേക്ക്. How much time did the actor prepare? 3 months, 2 months. Yes, almost ഇത്രയും സമയം എടുത്തിട്ടുണ്ട്. 2 months. പിന്നെ ശിവനെ മനസ്സിലാക്കലായിരുന്നു ആക്ച്വലി വിക്ടോറിയ മനസ്സിലാക്കുന്ന ഏറ്റവും. ബാക്കിയൊക്കെ വിക്ടോറിയയുടെ ബോഡി ലാംഗ്വേജിലാണ് ഹെൽപ്പായത്. പക്ഷെ ടു ഗെറ്റ് ഇൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്യാരക്ടർ വിക്ടോറിയ, ഇറ്റ് വാസ് ശിവ. നമ്മൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആസ് ഐ ഗോട്ട് ടു നോ ഹർ,
I got to know Victoria too. ശിവ, ഞാൻ ഇതിന്റെ about the director process, about the film വായിച്ചപ്പോ, as Meenakshi said, the idea came to you from seeing ഒരു പൂവൻകോഴി ഒരു പാർലറിൽ where you daily go അല്ലെ, റെഗുലർലി പോകുന്ന സ്ഥലത്തുള്ള പാർലറിൽ കണ്ട ഒരു പൂവൻകോഴിയെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ I really like the ethnography that you have invested, the time that you have invested to create the script. Characters ഇതിനകത്ത് ചൂസ് ചെയ്തതിനകത്ത് what were your idea? Like you have boutique നടത്തണ, maybe like a upper middle class or middle class ഒരു woman who is having her own issues in her life. Then there is ഒരു lower middle classലോ അല്ലെങ്കിൽ lower classലോ ഉള്ള ഒരു ചേച്ചി who goes for daily wages work. പിന്നെ we have ജോലി ചേച്ചിയുടെ character where she is like who is very curious about what is going to happen and maybe like a middle class woman with her kids. So ഈ ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്തതിലും ആൻഡ് ഓൾസോ ഈ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു ഫോർ യുവർ സ്ക്രിപ്റ്റിംഗ്? ഞാൻ പോവാറുള്ള പാർലറിൽ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ഒരു പാർലറിൽ വരുന്ന ആരൊക്കെയാണ്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ് കാസ്റ്റ് അങ്ങനത്തെ ആളുകളാണ് അവിടെ വരുന്നത്, അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചധികം ആൾക്കാർ അവിടെ ഇരുന്ന് ഒബ്സർവ് ചെയ്ത് അവിടുത്തെ ക്യാരക്ടേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയ ക്യാരക്ടേഴ്സ് അവിടെ വരുമ്പോൾ പിന്നെ ഞാൻ എവിടെ പോയാലും ഇപ്പോൾ അതിനെക്കുറിച്ച് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ മറ്റേ ഫാദർ ഇൻ ലോ ഹോസ്പിറ്റലായിട്ട് അവിടെ വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ നോട്ട്സ് പിന്നീട് സ്ക്രിപ്റ്റ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഓരോരുത്തരും എന്ത് പ്രോസസ്സാണ് ചെയ്യുക, അതായത് ഹെന്നയാണോ ഇടുന്നത്, ഒരാൾ പെഡിക്യൂർ ആണോ ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിക്ക് ചെയ്യാനായിട്ട്. മീനാക്ഷി ഓരോരുത്തരുടെയും കൂടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇപ്പോൾ ഒരാളെ വാക്സ് ആണ് ചെയ്യുന്നത്, മറ്റേ ത്രെഡാണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കതിന് ഒബ്സർവേഷൻ റിയലി ഹെൽപ്ഡ്. ഇരുന്ന് കുറേയധികം ആളുകളെ കാണാൻ, സംസാരിക്കുക. പിന്നെ ഇതിനകത്ത് ഒരുപാട് കഥകൾ, എടപ്പള്ളി കോഴിയുടെ കഥകളാണെങ്കിലും അല്ലെങ്കിൽ വേറെ കുറേ സ്റ്റോറീസ് അവർ പറയുന്ന നറേഷൻസ് എല്ലാം പലതും എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും പറഞ്ഞിരിക്കുന്നതും അങ്ങനെ നമുക്ക് നാട്ടിലൊക്കെ എപ്പോഴും കേൾക്കുന്ന കഥകളും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പാർലറുകളിൽ പോണതാണ്. എനിക്കതിൽ ഭയങ്കര ടച്ചി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മൊമെന്റ് വിക്ടോറിയയുടെ സുഹൃത്താണോ അത് വിക്ടോറിയ മേക്കപ്പ് ചെയ്ത, കല്യാണത്തിന് മേക്കപ്പ് ചെയ്ത കുട്ടി ചോദിക്കണ ഒരു കാര്യമുണ്ട്, നീ കഴിച്ചതാണോ എന്ന്. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ ഐ ഗോ ടു ദ പാർലർ ഓൾസോ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ദർ, നിങ്ങൾ കഴിച്ചിട്ടില്ല ഇതുവരെ, സാരില്ല ഈ പെഡിക്യൂറും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം ദേ എൻഡ് അപ്പ് ഹാവിംഗ് ഫുഡ് ലൈക്ക് അറൌണ്ട് 5 o'clock and all. And ഈ പറഞ്ഞ another touching moment was like I have literally had this moment where like ഞാൻ പെഡിക്യൂർ ചെയ്യുമ്പം ഞാൻ സ്ഥിരം പോകുന്ന പാർലറിലെ ചേച്ചി ഇതുപോലെ ഒരു ക്രൈസിസ് സ്റ്റേറ്റിലായിരുന്നു. ഷി വാസ് ആൻ ഈ ഗിവ് ആൻഡ് ടേക്കുകൾ ഉണ്ടാവാറുണ്ടെന്നുള്ളത് ലിറ്ററലി കരഞ്ഞ മൊമെന്റ് was something that happened in my life. Wow. So this happens, baby. You even get connected to people who are like, we call it as client or customers or all these things. So Meenakshi ee role cheyidappo as a human being and also as an actor, how was it like? Endana your thought process went into the character? Actually padam കഴിഞ്ഞതിന് ശേഷം I became more empathetic. സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അപ്പം എപ്പോഴും അവർ ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇപ്പം ഇൻ്റർവ്യൂസ് എടുക്കുന്ന ആങ്കേഴ്സ് അവരൊക്കെ എപ്പോഴും ചിരിച്ചും എപ്പോഴും പ്ലസൻറ്റുമാണ്. ബട്ട് ഇഫ് വി talk to them outside of camera when there is no camera rolling, we know that they might not be at their best while they are shooting. അപ്പോൾ എന്നെ കുറച്ചുകൂടെ എംപത്തറ്റിക് ആക്കി. എൻ്റെ അമ്മയായിട്ട് ഞാൻ കുറേ കൂടെ ക്ലോസറായി. അമ്മ ഇസ് a lot like Victoria. എല്ലാവരുടെയും കാര്യം ആദ്യം വെച്ചിട്ട് പിന്നെ അവസാനം ആണ് സ്വന്തം കാര്യം ഇടുന്നത്. അപ്പം ഞാൻ അത്രയും അല്ല, ഞാൻ കുറച്ചും കൂടെ സെൽഫിഷാണ്. അപ്പോൾ വിക്ടോറിയയെ മനസ്സിലാക്കും തോറും എനിക്ക് എന്നോട് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരില്ലേ, എന്നെ എപ്പോഴും അല്ല ഇവളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരോട് എനിക്ക് കൂടുതലും എംപത്തറ്റിക് ആവാൻ പറ്റി. ആൻഡ് താങ്ക് യു. ഇതിനകത്തൊരു ചോയ്സ് ഉണ്ടല്ലോ, ലൈക്ക് ദിസ് Victoria character is actually stuck between two kind of patriarchy. One is her father, one is her lover. രണ്ട് patriarchal struck എന്താ പറയുക ഫിഗേഴ്സിന്റെ ഇടയിൽ സ്റ്റക്ക് ആയിട്ടുള്ള വിക്ടോറിയൻ വാട്ട് ടു ചൂസ്. ഇഫ് ഐ ചൂസ് ദിസ് ഐ വിൽ ബി ലൈക്ക് മേ ബി എൻ്റെ ലൈഫ് ചിലപ്പോൾ ബെറ്റർ ആകും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ
ആ സ്ട്രക്ചറിനകത്ത് there are two men standing against Victoria. So our thought process എങ്ങനെയാ, because the entire movie has these two characters. One has their face shown maybe in 2 scenes. The other person is just a character. So but they are both are integral. So ആ പ്രോസസ് എങ്ങനെയായിരുന്നു? ആൻഡ് അതല്ലാതെ വേറെ പുരുഷന്മാര് സിനിമയിൽ ഇല്ലല്ലോ. അതെ അതെ. അത് എന്തായിരുന്നു അതിന്റെ തോട്ട് ബിഹൈൻഡ് ഇറ്റ്? ഈ ക്യാരക്ടർ ഒരു ദിവസം പോകുന്ന ഒരു ക്രൈസിസ് ആണല്ലോ സിനിമ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഇപ്പൊ ജാതി അല്ലെങ്കിൽ മതം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു ക്രൈസിസ് ആണിത്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടോക്സിസിറ്റിയുടെ ഒരു മീറ്റർ വേറെ ആണെങ്കിലും നമ്മളിപ്പോൾ പലരും എനിക്കറിയാം, പല ഫ്രണ്ട്സൊക്കെ വീട്ടിൽ കുറേ പ്രശ്നമുള്ളതുകൊണ്ട് അവർ വിചാരിക്കും ഓക്കെ ഞാൻ കല്യാണം കഴിച്ചതിൻ്റെ പ്രശ്നങ്ങൾ മാറുമായിരിക്കും, ഞാൻ ഇന്നൊരു പാർട്ട്ണറെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും, രക്ഷപ്പെടാൻ വേണ്ടി കല്യാണം കഴിക്കുക. അതൊരു കോമൺ പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തവര് പിന്നെ മനസ്സിലാക്കുന്ന കാര്യം കുറെ കഴിഞ്ഞ് അവർ നോക്കുമ്പോൾ ഓക്കെ എൻ്റെ അച്ഛനായിരുന്നു ഭേദം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. One jail to another. അപ്പോൾ രണ്ടുപേരും ഈക്വലി ഇപ്പൊ നമ്മൾ വീട്ടിലെ അഗ്രഷൻ കുറച്ചും കൂടെ ലൗഡറാണ് വിക്ടോറിയയുടെ, കുറച്ചുകൂടി ലൗഡായിട്ടാണ് അവിടുത്തെ അഗ്രഷൻ. പക്ഷെ മറ്റേത് കുറച്ചും കൂടെ സട്ടിലായിട്ടാണ് അവിടെ മിസോജിനി വർക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ടായാലും അത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. ചില ടോക്സിസിറ്റീസ് റിലേഷൻഷിപ്സിലൊക്കെ നമ്മൾക്ക് തന്നെ മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ കുറച്ച് എക്സ്പ്ലിസിറ്റായി ലൗഡായി വയലൻ്റ് ആയ ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ ഇവർ ടോക്സിക് ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ടോക്സിസിറ്റീസും ഉണ്ട്, അത് തിരിച്ചറിയാനും ടൈം എടുക്കും എന്നുള്ള. അപ്പം അങ്ങനെ ഒരുപാട് പേഴ്സണൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ട കഥകളും ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആണ് സത്യത്തിൽ. നമുക്ക് പൂവൻകോഴിനെ കാര്യം ചോദിക്കാം. ഹൗ വാസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ പൂവൻകോഴി? ഞാൻ പൊതുവെ ആനിമൽസുമായിട്ട് പെട്ടെന്ന് റെഡിയാവും. പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ എൻ്റെ വീട്ടിൽ പണ്ട് കോഴി ഉണ്ടായിരുന്നു, 2 കോഴി ഉണ്ടായിരുന്നു. അവരായിട്ട് എനിക്ക് അത്ര പറ്റിയിട്ടില്ല. അത് കൊച്ചിലായിരുന്നു, അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പ്രാർത്ഥനയായിട്ട് അത്രയും കമ്പനി ആവാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഹി വാസ് സച്ച് കാം കോഴി. പിന്നെ ട്രെയിൻഡ് കോഴിയായിരുന്നു. ഷാജി എന്ന് പറഞ്ഞ ചേട്ടൻ ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നൊരു കോഴിയായിരുന്നു. ഭയങ്കര കാമായിരുന്നു. പിന്നെ ഷാജി ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യും. ഇപ്പം ചിറക് പറക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് നമ്മൾ കാലിന്റെ താഴെ ചെറുതായിട്ടൊന്ന് ഇക്കിളിയാക്കി കൊടുത്താലാണ് അത് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഷാജി ചേട്ടൻ പറഞ്ഞു തന്നിരുന്നു. ഇറ്റ് വാസ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. How many days was the shoot? 20 days. 20 daysും ഈ പാർത്ഥൻ എന്ന് പറയുന്ന പൂവൻകോഴി അവിടെ ഉണ്ടായിരുന്നു. And was it a deliberate choice to pick പൂവൻകോഴി? മോസ്റ്റ്ലി നമ്മൾ ഈ നേർച്ച കൊടുക്കുന്നത് പൂവൻകോഴികളെയാണ്. പക്ഷെ പെടക്കോഴികൾ മുട്ട കിട്ടുമല്ലോ, അപ്പൊ പൂവൻകോഴികളെയാണ് മിക്കവാറും കൊടുക്കാറ്. മിക്കവാറും നേർച്ചയ്ക്ക് പൂവൻകോഴിയാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ കണ്ട കോഴിയും പൂവൻകോഴിയാണ്. അതായിരുന്നു എന്നെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്ത ഇമേജ്. ഒരു പൂവൻകോഴി ഒരു ലേഡീസ് പാർലറിൽ എത്തിപ്പെട്ടു എന്നുള്ള. ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് എൻ്റെ പേര് അഞ്ജന ജോർജ് ആണ്. മൈ ഡാഡ് ഇസ് ജോർജ്. സോ വി ഹാവ് ദിസ്, ഈ പേര് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കണം എന്നുള്ളതൊരു സാധനം വീട്ടിലുണ്ട്. സെയിന്റ് ജോർജ് എടപ്പള്ളി നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആണ്. അപ്പൊ അവിടെ വൈൽ വാച്ചിങ് ദിസ് ഫിലിം പുണ്യാളന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ജോർജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗീവർഗീസ് എന്ന് പറയുന്ന സേനാധിപൻ കന്യകകളെ എന്താ പറയാ കൊടുത്ത് ഗ്രാമം രക്ഷിക്കുന്ന മോൺസ്റ്ററിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊല്ലുന്നതാണല്ലോ സെയിന്റ് ജോർജ് ആണ്. അപ്പൊ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ച ഒരു തോട്ട്, ശരിക്കും കന്യകകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹി കിൽഡ് ദ മോൺസ്റ്റർ and he became the savior and he became the saint and we offer കോഴികളെ തിരിച്ച്. So there is a life that has been chosen to actually, there is a sacrifice again. അപ്പൊ ഹ്യൂമൻ ലൈഫ് വേഴ്സസ് ദ അതേഴ്സ്, വേറൊരു ലൈഫ് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ചു ചോദിക്കാം, ചിക്കൻ കഴിച്ചിട്ടുണ്ടാവില്ലോ ഇന്നലെ വൈകുന്നേരം എന്ന്. പക്ഷെ ആ ഒരു തോട്ട് did it come across to you when you were making the film? ഞാൻ ഇതിന്റെ did you actually try to question that aspect of it, like there is a life again, there is not just one life. നമ്മുടെ കോഴിനാഴ്ചയുടെ സമയത്ത് എത്ര കോഴികൾ അവിടെ സാക്രിഫൈസ്. പക്ഷെ അതെന്നെ അങ്ങനെ ബാധിച്ചിട്ടില്ല. കാരണം നമ്മള് എല്ലാവരും
കഴിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതൊരു എനിക്ക് ലാർജ് ഡിസ്കഷൻ, അത് വേറൊരു ഡിസ്കഷനാണ്. നമ്മൾ ഒരു പ്രോ അങ്ങനെ ഒരു ലൈഫ് തോട്ട് പ്രോസസ് വന്നിരുന്നോ when you were scripting? ഇല്ല, ഞാൻ ആക്ച്വലി അതിന്റെ ആ മിത്തും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റഡ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്, പിന്നെ വേറെ കൾച്ചറുകളിൽ ഇങ്ങനത്തെ ഈ സെയിന്റ് ജോർജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ റിച്വൽസ് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? ഉണ്ട്. പുറത്തും കുറച്ച് കൺട്രീസിലൊക്കെ ഉണ്ട് അത്. അപ്പോൾ അത് അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്നത്. പിന്നെ ഈ എടപ്പള്ളി പള്ളിയിലെ പെരുന്നാള് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി അവിടെ കുക്ക് ചെയ്ത് കഴിക്കുക, അതൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സ്ഥിരം ആൾക്കാർ പോവാറുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു അങ്കമാലി ആ ഒരു കിടങ്ങൂർ മഞ്ഞപ്ര ഭാഗത്തു നിന്നാണ് കൂടുതലും എടപ്പള്ളിയിലേക്ക് നേർച്ചയ്ക്ക് വരുന്നതൊക്കെ. പക്ഷേ ഈ പെരുന്നാളിന് ഇങ്ങനെ ഒരു വലിയ പരിപാടി ആൾക്കാർ അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക, അങ്ങനെ ഒരു പറമ്പ് മൊത്തം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക, അതൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയണ്ടല്ലോ. ആക്ച്വലി ഇതിനു വേണ്ടി ചെയ്തപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. പിന്നെ ഈ ഐഡിയ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കന്യകനെ സേവ് ചെയ്യുന്ന ഒരാള്, അപ്പോൾ അങ്ങനത്തെ ഒരു ഈവൻ പുണ്യാളൻ്റെ ഒരു പ്രസൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് കോഴി വരുന്നത്. ലൈക്ക് അവളെ അന്ന് ആ കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ കോഴിക്ക് ഒരു റോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് പുണ്യാളൻ്റെ ഒരു എസൻസ് അതിനകത്തുണ്ട്. How was it to make film with KSFDC? KSFDC ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് ഇതുപോലെ നമ്മൾ പല കഥകളും കോൺട്രവേഴ്സീസും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് അത് കുറച്ചുകൂടി സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിനുണ്ട്. എനിക്ക് മുമ്പ് വന്ന സ്ത്രീകൾ വളരെ പേഴ്സണലായ ഇഷ്യൂസും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോൾ ഓവർ ടൈം ഐ തിങ്ക് ലോട്ട് ഓഫ് ഇഷ്യൂസ് ഹാവ് ബീൻ സോർട്ടഡ് നൗ. ഇപ്പോൾ 5-ാമത്തെ സിനിമ 7-ാമത്തെ സിനിമ ആവുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫിഗർഡ് ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഡിലേസ് ഒക്കെയാണ്, ഫണ്ട് വരാൻ വൈകുന്നു, പിന്നെ മൂവാനാ. ഇപ്പൊ ഒരു കാര്യം നമുക്ക് നടത്തിയെടുക്കണം, ഇന്നൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അപ്പൊ അത് അവിടെ നിന്നൊക്കെ അപ്രൂവൽ വേണം, ഒരുപാട് സിഗ്നേച്ചേഴ്സ് വേണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന്റെ ഉള്ളിൽ നിന്ന് സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണത്. അപ്പൊ അത് അങ്ങനത്തെ ഒരുപാട് കോൺഫ്ലിക്ട്സ് ആണ് എനിക്ക് മേജറായിട്ട് ഡീൽ ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു 1.5 വർഷം പോയി. നമുക്ക് VFX ചെയ്യാനായിട്ട് ഒരാളെ അലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിനും ടെൻഡർ വിളിക്കുക, ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് എടുക്കുക, അതിൽ നിന്ന് ബെസ്റ്റ് പിക്ക് ചെയ്യുക, ലോവസ്റ്റ് കോട്ട് പിക്ക് ചെയ്യുക. അപ്പം അങ്ങനെ യൂഷ്വലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ആളെ നമ്മൾ എടുക്കുന്നു, ബഡ്ജറ്റ് നോക്കി ഹയർ ചെയ്യുന്നു. പക്ഷെ ഇതിനാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഐ വുഡ് ലൈക്ക് റിയലി സേ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഗ്രാൻഡ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ദിസ് ഷുഡ് ഗോ ഓൺ. ആൻഡ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വേറൊരു സ്റ്റേറ്റും ഇപ്പോൾ ഓഫർ ചെയ്യുന്നില്ല. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഇറ്റ് ഹാസ് ഹ്യൂജ് പൊട്ടൻഷ്യൽ. ഇനി ഒരുപാട് സ്ത്രീകളും ഒരുപാട് ദളിത് സംവിധായകരും അവരുടെ ആദ്യത്തെ സിനിമ ഇതിലൂടെ തന്നെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫെസ്റ്റിവൽ പൊട്ടൻഷ്യലൊക്കെ മനസ്സിലായി. നമ്മളാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫെസ്റ്റിവൽ മൂഡ് എന്ന് ഞാൻ പറയുന്നില്ല. നോ, ഐ ഡിഡ്ന്റ് ഹാവ് എനി വൺ. സോ അതും ഉണ്ട് നമുക്കിപ്പോൾ. ഇത് ഞാൻ തന്നെയാണ് അപ്ലൈ ചെയ്തതും ഒക്കെ. യൂഷ്വലി പ്രൊഡക്ഷനിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നിരുന്നു KSFDC. പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടിൽ നിന്ന് എനിക്ക് ഫെസ്റ്റിവൽസിന് അയക്കാനൊക്കെ ഫണ്ട് തന്നിരുന്നു. പക്ഷെ അതിന്റെ ഇരുന്ന് ചെയ്യാന്നുള്ള പ്രോസസ്സ് ഞാൻ തന്നെ ചെയ്യും. എല്ലാം പല ഇതിൽ മെയിൽ അയക്കാൻ. ഇപ്പൊ പലയിടത്തും ഞാൻ മെയിൽ അയച്ചിട്ട് നമുക്ക് ഫീ വേവർ തരാമോ എന്ന് ചോദിച്ച്. കാരണം പലതും വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ എൻട്രി ഫീസ് അടയ്ക്കാൻ ഏറ്റവും പാടാണ്. അപ്പൊ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇരുന്ന് മെയിൽ അയച്ച് ഇങ്ങനെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്, ഫീമെയിൽ സ്റ്റോറിയാണ്, അപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഫീ വേവർ തന്നിരുന്നു. അപ്പൊ അത് ശരിക്കും പ്രൊഡക്ഷന്റെ കയ്യിൽ നിന്നാണ് യൂഷ്വലി എല്ലായിടത്തും. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ക്യൂറേറ്റർ കാണും, ഒരു സെയിൽസ് ഏജന്റ് കാണും. നമുക്കതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയായിരുന്നു എല്ലാം അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു സത്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണ്. പിന്നെ ഷാങ്ഹായും നമ്മൾ IFFK കഴിഞ്ഞിട്ടാണ് പോകുന്നത്. യൂഷ്വലി എല്ലാവരും വേൾഡ് പ്രീമിയർ ഒക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ ഫെസ്റ്റിവലുകളിൽ പോകുന്നത്. നമുക്ക് IFFKയിൽ അവാർഡ് കിട്ടി, അത് കഴിഞ്ഞിട്ടാണ് പല ഫെസ്റ്റിവൽസിലും സെലക്ട് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നുന്നു കുറേ ലക്കും ഉണ്ട്. വേറെ പ്ലെയിൻ ലക്ക്, നത്തിങ് എൽസ്. കാരണം നമുക്കറിയാം ഫെസ്റ്റിവൽസ് ഒക്കെ I have definitely worked. I'm not saying that I didn't work for it. I worked really hard. But it's also, I know people who have worked hard and not reached places. കാരണം പിന്നെ ഈ സിനിമയ്ക്കും ഒരു ചാമുണ്ട്, അതിൻ്റെ ആ 1 ലൈനിന് ഒരു ചാമുണ്ട്. പലപ്പോഴും ആൾക്കാർ മുഴുവൻ സിനിമ കാണില്ല, ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് അവർ പല ഫെസ്റ്റിവൽസും ഇങ്ങനെയാണ്. അപ്പം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫെസ്റ്റിവൽസിൽ ഇത്രയും എൻട്രീസ് അവർക്ക് വരുന്നുണ്ട്. ഒരു 6000-7000 പടം വരുമ്പോൾ നോബഡി ഈസ് ഗോയിങ് ടു വാച്ച് ചെയ്യില്ല, ചിലത് കാണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിപ്രസി അവാർഡ് നമുക്ക് IFFK കിട്ടി കഴിഞ്ഞിട്ട് മേ ബി ആൾക്കാർ നോക്കുമ്പോൾ ഓക്കെ ഒരു ഫിപ്രസി അവാർഡ് കിട്ടിയ സിനിമയാണ്, അങ്ങനെ കണ്ടിട്ടാണ് പലയിടത്തും സെലക്ട് ആയത്. അപ്പോൾ ഷാങ്ഹായ് തന്നെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചിരുന്ന IFFK കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി ഇല്ല.
പക്ഷെ സ്റ്റിൽ ഞാൻ അപ്ലൈ ചെയ്യായിരുന്നു. ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഫെസ്റ്റിവൽ കോള് കണ്ട എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്, നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് ഇറ്റ് ടു സം പ്ലേസ്. ഈ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് അതിനെ എത്തിക്കണം എന്നുള്ളത് ഒരു കളക്റ്റീവ് ഒരു ഉത്തരവാദിത്തം എൻ്റെ തലയിലുള്ള പോലെയായിരുന്നു എനിക്ക്. മീനാക്ഷി, ഷാങ്ഹായ് വിശേഷങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ can you like share it with our viewers? ഞാൻ ഇതിനു മുമ്പ് ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടൈം ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. അപ്പം എനിക്ക് അത് തന്നെ ഭയങ്കര വിന്നായിരുന്നു. അവിടെ നമ്മൾ കാണുന്നതല്ലാത്ത കാഴ്ചകൾ കാണാനും, നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത, നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരോട് ഇടപെടാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. പിന്നെ അവിടെ പോയപ്പോൾ അതൊരു വലിയ ഫെസ്റ്റിവലായിരുന്നു, വലിയ സ്പോൺസർഷിപ്സ് ഒക്കെ ഉള്ള ഫെസ്റ്റിവൽ. ആൻഡ് I met a lot of people and I got so much love from random strangers. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. I asked about you winning the Best Actress Award. അത് ആക്ച്വലി എനിക്ക് ഇപ്പോഴും വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊരു ബോണസാണ്. അതിന് മുമ്പേ അവിടെ എത്തുന്നത് തന്നെ വലിയൊരു വിന്നായിരുന്നു. ഷാങ്ഹായിൽ അവാർഡ് കിട്ടുന്നത് എൻ്റെ ഇത്തിരി പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. because I thought they are going to give it to another Asian actress. അപ്പോൾ ഞാൻ വേറൊരാൾക്ക് വേണ്ടി കൈയടിക്കാൻ വേണ്ടി തന്നെ അവിടെ ഇരുന്നിരുന്നത്. But yeah, it was very brain chemistry altering experience for me. Now I can picture myself in more powerful positions, winning bigger things in life. I want to know the making process of the film, like your frames. You have also written about like you have tried to break the conventional style of filmmaking, with static shots പിന്നെ long shots അങ്ങനെയൊക്കെ. അപ്പോൾ what was the entire thought process, like your experimental, since you had the liberty to make, or how was the process, like the aesthetic aspect of the cinema? സ്ക്രിപ്റ്റ് സ്റ്റേജിൽ തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റത്തെ അത് ലോങ് ടേക്ക് ആണ്, അങ്ങനെ കുറേ ഷോർട്സ് ഒരു ലോങ് ടേക്ക് എസ്തെറ്റിക്സ് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മെയിനായിട്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്കറിയായിരുന്നു ദിസ് ഇസ് ഗോയിങ് ടു ബി റിലീസ്ഡ് ഇൻ തിയേറ്റേഴ്സ്. KSFDC പ്രോജക്ട്സ് ഇവൻച്വലി അവരുടെ തിയേറ്റേഴ്സിലും കുറച്ച് തിയേറ്റേഴ്സിലും നമുക്ക് റിലീസ് ഉണ്ടാവും. അപ്പോൾ എനിക്കത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമയായിരിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു നറേറ്റീവ് കൊഹറൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്ലോ ഉള്ള സിനിമയായിരിക്കണം എന്ന് പറയണം. യൂഷ്വലി അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഫിലിം എന്നൊക്കെ പറയുന്ന ഒരു ലാംഗ്വേജിലല്ലാതെ അത് ഡെലിബറേറ്റ് ചോയ്സാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോയ്സായിട്ട് ഒരു കാര്യം എഴുതുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് സിനിമ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മറ്റൊരു പ്യൂറിസ്റ്റ് ആയിട്ടുള്ള ഇതാണല്ലോ നമ്മൾ ആർട്ട് ഫോർ ആർട്ട് സേക്ക്, നമ്മൾ ഓഡിയൻസിനെ മനസ്സിൽ കണ്ടല്ല എൻ്റെ ഒരു ചിന്ത ഞാൻ അങ്ങ് എഴുതുന്നു, നിങ്ങൾ വേണമെങ്കിൽ കാണ്, അങ്ങനത്തെ അതൊരുപാട് മാറിയുണ്ട്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്, വളരെ ഇൻറ്റൻഷനലി ആണ് ഞാനിപ്പോൾ എഴുതുന്നത്. അപ്പം പണ്ടൊക്കെ അതിനെ ഭയങ്കര മോശമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഇപ്പം അത് മാറി ഭയങ്കര അങ്ങനെ ചെയ്യണം എന്ന് തന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ എനിക്ക് ഇത് സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ചേച്ചിമാർ ഇവർക്കൊക്കെ വന്നിരുന്ന് കാണുമ്പോൾ അവരെ യാതൊരു രീതിയിലും ഇൻറ്റിമിഡേറ്റ് ചെയ്യരുത്. അപ്പം അത് ആ ലാംഗ്വേജ് നമുക്ക് തരുന്ന ഒരു രസമുണ്ടല്ലോ. അപ്പം അത് സിനിമയ്ക്ക് വേണം എന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ ഇപ്പം നമുക്കറിയാം കുറേ സിനിമകൾ വളരെ പ്രിട്ടൻഷ്യസ് ആയ ഒരു ഭാഷ ചൂസ് ചെയ്ത് അത് അവർ മനസ്സിൽ കാണുന്ന നോക്കി ഇത് ഫെസ്റ്റിവൽ ക്യൂറേറ്റേഴ്സിന് വേണ്ടി ഞാൻ ഉണ്ടാക്കും, ഇത് യൂറോപ്യൻ ഓഡിയൻസിന് വേണ്ടി ഞാൻ ചെയ്യും. അപ്പം അങ്ങനത്തെ യാതൊരുവിധ വെയിറ്റും ഇല്ലാതെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോസിബിലിറ്റി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിനുള്ളൊരു അറ്റംപ്റ്റ് ആണ് സത്യത്തിൽ വിക്ടോറിയ എനിക്ക്. അപ്പോൾ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റിൽ ലോക്ക്ഡായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇതിനകത്തെ സെറ്റ് ഡിസൈൻ ചെയ്യണം എന്നുള്ള ഇത് വരുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് പാർലറിൻ്റെ ഒരു ഘടന എന്നുള്ളത്. അപ്പോൾ അത് ആർട്ട് ഡയറക്ടർ ഓൺ ബോർഡ് വന്നു, എൻ്റെ സിനിമാറ്റോഗ്രാഫർ ഓൺ ബോർഡ് വന്നു, സിങ് സൗണ്ട് ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് വരുന്നതും. പിന്നെ അവരുമായിട്ടുള്ള ജാമിങ്ങിലും കൊളാബറേഷനിലാണ് ബാക്കിയെല്ലാം സിനിമയുടെ ഇപ്പോഴുള്ള ഒരു ലുക്കിലേക്കും അതിൻ്റെ ഒരു ഫോമിലേക്കൊക്കെ എത്തുന്നത്. Meenakshi, tell us about yourself. Like we all of a sudden saw that there is a girl from Kerala who went to Shanghai. അങ്ങനെയാണ് that's when we started looking for you.
Apo, tell us about you. Like, how was your journey as an actress? How did it start? I've always only wanted to be an actor right from childhood, but I thought it's a pipe dream. അതങ്ങനെ പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ ഒരു പടത്തിന് ഡബ് ചെയ്തു, ആനന്ദം എന്ന് പറഞ്ഞ സിനിമയിൽ. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ആ സിനിമ കണ്ടത്. പത്മയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാവരും കാണാൻ പോയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ശബ്ദം ഇങ്ങനെ 7.1 ഡോൾബി സറൗണ്ടിൽ കേട്ടപ്പോൾ ഐ ഫെൽറ്റ് റിയലി ഗുഡ്. ഐ ഫെൽറ്റ് ഓക്കെ, ശബ്ദം കേൾക്കുമ്പോൾ ഇത്രയും സന്തോഷം തരികയാണെങ്കിൽ സ്ക്രീനിലും കൂടെ വരാൻ സാധിച്ചതിന് എന്തൊരു സന്തോഷമായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്, നൗ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. പിന്നെ ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് കുറച്ച് നാൾ വർക്ക് ചെയ്ത് കുറച്ച് സേഫ് ബാങ്ക് ബാലൻസ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ 8 months വർക്ക് ചെയ്തുള്ളൂ. ബട്ട് വാസ് ഹൈലി പെയ്ഡ് ആ സമയത്ത്. അപ്പം അങ്ങനെ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് എൻ AD. പിന്നെ അടുത്തുള്ള ജ്വല്ലറി ഷോപ്സിനൊക്കെ ആഡൊക്കെ എടുത്തു കൊടുത്ത്, പിന്നെ പൂർണിമ ചേച്ചിയുടെ ബ്രാൻഡിന് കുറച്ച് ഷൂട്ട് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത്, അങ്ങനെ ഐ ഡിഡ് മൾട്ടിപ്പിൾ ജോബ്സ്, എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രഫി, ഡയറക്ഷൻ. പക്ഷെ ഇൻ എ സ്മോൾ സ്കെയിൽ, സർവൈവൽ സ്കെയിൽ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അപ്പൊക്കെ ആക്റ്റീവ്ലി ഓഡിഷൻ കോൾസ് അയക്കുമായിരുന്നു. അങ്ങനെ ഷോർട്ട് ഫിലിംസും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് വിക്ടോറിയയുടെ ഓഡിഷൻ വന്നത്. അപ്പോൾ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ സ്റ്റോർ ഫോർ us? ഇനി IFFKയിൽ ഒരു പടം വരുന്നുണ്ട്, ഷേഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് മൈ സെക്കൻഡ് ടൈം ഇൻ IFFK ഹാവിങ് എ ഫിലിം, വിച്ച് ഇസ് എ ബിഗ് വിൻ ഫോർ മീ പേഴ്സണലി. പിന്നെ PR അരുൺ ഡയറക്റ്റ് ചെയ്തൊരു സോണി ലിവ് സീരീസ് വരുന്നുണ്ട്, വിച്ച് ഇസ് ഓൾസോ പ്രിഡോമിനൻ്റ്ലി വിമൻ ഇൻ ദ സീരീസ്. ഒരു ഫാഷൻ പാജൻറ്റിൽ നടക്കുന്ന കഥയാണ്. അപ്പം You are doing your PhD in IIT Bombay and you are from NID, National Institute of Design. So, our experience, maybe during your research process and also when you were studying in NID, and you are from Manyappura, so experience or your understanding of these institutions and being part of a biggest world, how has it influenced in your filmmaking? NID എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ പഠിക്കാൻ പോയപ്പോഴാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മാറിയത്. എൻ്റെ പെർസ്പെക്റ്റീവ്, ഈവൻ ലോകത്തെ കാണുന്ന രീതിയൊക്കെ NIDയിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ അത്രയും നാൾ നാട്ടിലാണ് നിന്നിരുന്നത്. ഞാൻ എൻജിനീയറിങ് പഠിച്ചത് ഇവിടെ കുസാറ്റിലാണ്, കളമശ്ശേരി. അപ്പോൾ ആദ്യമായിട്ട് പുറത്തൊരു സിറ്റിയിൽ പോയി തന്നെ ജീവിക്കുക, കുക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു തുടങ്ങിയത് ആ ഒരു സമയത്താണ്, മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്താണ്. പിന്നെ സിനിമ അവിടെ അരുൺ ഗുപ്ത എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു പ്രൊഫസറുണ്ട്. അരുൺ ഗുപ്തയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ആ ഒരു എൻ്റെ പേഴ്സ്പെക്റ്റീവ് സിനിമയെക്കുറിച്ചുള്ള എല്ലാം മാറുന്നത്. നമ്മളൊരു ഫിലിം മേക്കറായിട്ട് എങ്ങനെയാണ് ലോകത്തെ തന്നെ കാണുന്നത്, അതിൻ്റെ ഒരു രീതി തന്നെ മാറിപ്പോയത് അവിടെ ചെന്നിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് റിസർച്ചും എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ. ആബ്സല്യൂട്ട്ലി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഗ്രൗണ്ടഡ് ആയി, കുറച്ചും കൂടെ വേറെ രീതിയിലാണ് ഇപ്പം ഞാൻ കാര്യങ്ങളെ കാണുന്നതും. എത്ര അറിഞ്ഞാലും അറിയാത്ത ഒരുപാടുണ്ട്. അതെ അതെ അതെ, നമുക്ക് ഇതിൻ്റെ ഒരു പരിധി. പിന്നെ വേറെ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് റിസർച്ചിലിരുന്ന സമയത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ബ്രേക്ക് വന്നല്ലോ പ്രാക്ടീസിൽ നിന്ന്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര പ്രഷറാണ്, നമ്മൾ എന്തുണ്ടാക്കിയാലും മാസ്റ്റർ പീസ് ആവണം. അതൊക്കെ കംപ്ലീറ്റ്ലി മാറി. നമുക്ക് ഒരു കാര്യം പ്രാക്ടീസിൽ ചെയ്താൽ മതി, അത്ര നന്നാവണമെന്നൊന്നുമില്ല, പക്ഷെ ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ഭയങ്കര എൻലൈറ്റനിങ് ആയിട്ടുള്ളൊരു, അതെനിക്കറിയില്ല റിസർച്ച് ആണോ അതോ നമ്മൾ പ്രായമാവും തോറും നമുക്കുള്ള. അപ്പൊ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇമ്പോസ്റ്റർ സിൻഡ്രോത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ ചെയ്യണമെന്ന് ആലോചിക്കുകയും ചെയ്യാതിരിക്കുന്നതും ചെയ്യാന്ന് പറയുന്നതാണ് ഒരു വലിയ ക്രൈം. ഡൂയിങ്ങിലുള്ള ഒരു ജസ്റ്റ് ഡൂയിങ്, അതിപ്പോ നമ്മളിപ്പോ ഒരു ടു അഫോർഡ് മിസ്റ്റേക്സ്. നമ്മൾ മോശം സിനിമ, ഞാനൊരു മീഡിയോക്കർ സിനിമ ചെയ്യും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ചെയ്തേ. അങ്ങനെ ഒരു മാസ്റ്റർ പീസ് ചെയ്യും, ഞാൻ ചെയ്യുന്നതെല്ലാം മഹത്തായ സിനിമയായിരിക്കണം എന്നൊന്നും, അങ്ങനത്തെ ആ ഒരു വിചാരം മാറി. അതുണ്ടായിരുന്നു ഒരു early 20s അങ്ങനത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സിനിമ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിലിം സ്കൂളിൽ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുമല്ലോ, നമ്മളെല്ലാവരും ഒരു പോയിന്റിൽ ഭയങ്കര മാസ്റ്റേഴ്സ് ആവും എന്നുള്ള. അങ്ങനത്തെ പടം എടുക്കുള്ളൂ എന്നൊക്കെ ഉള്ള. അല്ല, വേണ്ട, ഇത്രയൊക്കെ മതി, ചെറിയ പടം എടുത്താൽ മതി. അല്ലെങ്കിൽ if it is actually reaching the right people with the right audience, or if it is actually giving an എന്തെങ്കിലും ഒരു impact to someone,
our job is done. ഈവൻ അതുപോലും ഞാൻ ആലോചിച്ചിരുന്നില്ല ആർക്കെങ്കിലും സിനിമ ഇഷ്ടാവുന്നുള്ളത്. എനിക്ക് മറ്റേ കൊതിയായി സിനിമ ചെയ്യാൻ, അതായത് ഒരു പ്രാക്ടീസ് ചെയ്യാൻ കൊതിയാവുന്നു. നമുക്ക് ഒന്നാമത് റിസർച്ച് അറിയാലോ, ലൈക്ക് യു ആർ ഓൾസോ എ PhD സ്കോളർ. നമുക്ക് ഫുൾ ടൈം നമ്മൾ ലാപ്ടോപ്പിന്റെ മുന്നിലും ഒക്കെ ഇരുന്ന് എഴുത്തും വായനയും മാത്രമായിട്ടുള്ളൊരു പോയിന്റിൽ നമുക്ക് ആൾക്കാരുടെ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ഒരു മേജർ ചേഞ്ചും. Okay, I don't want to call you as a women filmmaker, but still we have to. We are in a space where we have to. So as a women filmmaker who has actually did your graduation in filmmaking, it would have taken you like a process, kore oru wavy process aayirunnikilla. So how did you actually handle yourself all this while? എനിക്ക് ആക്ച്വലി ഞാൻ ഓൾറെഡി ഒരു അസംഷനിലായിരുന്നു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻകം അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേബിൾ ആയ ഒരു കരിയർ ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സ്ട്രഗിളിലേക്ക് പോവുക, ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്യുക, അതൊന്നും എനിക്ക് ചിന്തിക്കാനേ പോസിബിൾ ആയിരുന്നില്ല. കാരണം എനിക്കറിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ബോത്ത് മെൻ ആൻഡ് വിമൻ വർക്കിംഗ് ഇൻ ഇൻഡസ്ട്രി സിവിയർലി അണ്ടർ പെയ്ഡ്. അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും വർഷങ്ങളായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടും അവർ പ്രോപ്പർലി പേയ്മെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു സ്ട്രഗിളാണ്. ഈവൻ ഇൻഡിപെൻഡൻറ്റ് സിനിമ ഇസ് ഈവൻ വേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാനത് ഐ ഡിഡ്ന്റ് ഈവൻ ഡെയർ ടു അറ്റംപ്റ്റ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോജക്റ്റ് പർട്ടിക്കുലർലി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് എന്നുള്ളൊരു പ്രഷറൊന്നും ഇല്ലാതെ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അപ്പോൾ റിട്ടേൺ ഇല്ല, ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈവൻ ഫെസ്റ്റിവലിൽ നിന്നുള്ള ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പം കുറെ സിനിമകൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുമല്ലോ, ഇത് ഫെസ്റ്റിവലിന് പോകണം, അവിടെ വിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൊമേഴ്ഷ്യൽ. ഇത് രണ്ട് എക്സ്ട്രീം, രണ്ടും ഈക്വലി ഡിഫിക്കൽട്ടാണ്, രണ്ടും ഈക്വലി ഫോർമുലായിക് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് ഇവിടെ പോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, ഇതിവിടെ ഹിറ്റാവാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു. രണ്ടും വലിയ വ്യത്യാസമൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല. രണ്ടിൻ്റെയും ഏകദേശം ഫ്ലേവർ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഒരു സാധനം ചെയ്യാൻ പറ്റുക വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ, അതൊരു വലിയ ലക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് പറ്റി. ഇനി അങ്ങോട്ട് പറ്റുമെന്നൊന്നും അറിയില്ല. ആസ് യു സെഡ്, have you planned something? നോ നോട്ട് റിയലി. ഇപ്പോൾ PhD ഫിനിഷ് ചെയ്യാന്നുള്ളതിലാണ്. പക്ഷേ ഡെഫിനറ്റ്ലി സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ട്. ആൻഡ് ബീങ് കോൾഡ് ആസ് എ വിമൻ ഫിലിം മേക്കർ ഈസ് എ കോംപ്ലിമെൻറ്റ്. ഐ തിങ്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയൊക്കെ എടുത്ത് വന്നല്ലോ, അപ്പോൾ അതിനെ ഒരു അക്നോളജ് ചെയ്യലും കൂടിയാണത്. അതിനെ ഒരു നാണക്കേടായിട്ട് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല, അതൊരു അഭിമാനം തന്നെയാണ്. There is at times there is like a ഭയങ്കര ഒരു ഡിവൈഡ് ആയിട്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ലൈക്ക് നമ്മൾ വണ്ടി ഓടിക്കുന്നല്ലേ, ഓടിക്കുന്ന ഒരു പെണ്ണാട എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വേറൊരു സാധനം നമ്മൾ എവറി ഡേ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരും എന്നെ സിനിമ പഠിപ്പിക്കാനൊക്കെ വരും. എവറി ഡേയിൽ നമ്മൾ ആ സിനിമ കണ്ടോ, ഈ സിനിമ കണ്ടോ, ഇയാളെ അറിയോ, ഇന്ന കാര്യം അറിയോ, അങ്ങനെ അതൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. നമുക്ക് അതെ, അതൊന്നും. One curious question I had while watching the entire movie was, when women make films, how do we portray men? എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓഫ് ലേറ്റ് ഐ ഹാവ് ബീൻ, വെൻ ഐ ലുക്ക് അറ്റ് വിമൻ ഫിൽംസ് ഇൻ മലയാളം, ദിസ് ഇസ് എ കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻ ദാറ്റ് കീപ്സ് കമ്മിങ് ടു മീ. ഹൗ ഡു യു ആക്ച്വലി പോർട്രേ മെൻ? വാട്ട് ഡു യു തിങ്ക്? ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനും അടുത്ത സിനിമ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഈ സിനിമയുടെ സ്കോപ്പിൽ ഐ ഹാഡ് ദിസ് ഐഡിയ, ആൻഡ് ഇതിനകത്തെ കോൺഫ്ലിക്റ്റ് മെയിനായിട്ട് ഈ റിലേഷൻഷിപ്പും ഫാമിലിയിലെ സ്ട്രഗിളും ആയിരുന്നു. ആൻഡ് ഇൻ എ സെൻസ് അതൊരു പാട്രിയാർക്കൽ ആയിട്ടുള്ള സാധനത്തിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. പക്ഷേ ഇതിലല്ലാത്തൊരു സെറ്റിങ്ങിൽ ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് ചേഞ്ചസ് ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രിപ്റ്റ്. ആൻഡ് പാട്രിയാർക്കി ഈസ് നോട്ട് ജസ്റ്റ് മെൻ ഓൾസോ. ഇതിനകത്ത് ഒരുപാട് സ്ത്രീകളുടെ കഥാപാത്രങ്ങളും നെഗറ്റീവ് ഷെയ്ഡിൽ വരുന്നുണ്ട്, നമ്മുടെ സിനിമയിലും മെൻഷൻ ചെയ്തു പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ബട്ട് ജനറലി ഐ തിങ്ക് ഒരു കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ആരെ നമ്മൾ പോർട്രേ ചെയ്താലും, ആണായാലും പെണ്ണായാലും, എനിക്ക് തോന്നുന്നത് ഇറ്റ് ഗോസ് ഈക്വലി. I think there's no special way of portraying men. I think it depends on the script and the scope of the project. Portraying human beings. Yes, എന്താണ്, ആരെയാണ്, ജെൻഡർ എന്ന് നോക്കാതെ നമ്മൾ അതിന്റെ സ്കോപ്പിൽ വരുന്ന പോലെ ചെയ്യാന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ബോത്ത് ഓഫ് യു, ഓൾ ദി ബെസ്റ്റ്. ഇനിയും സിനിമകൾ ഉണ്ടാകട്ടെ, ഇനിയും അവാർഡുകൾ കിട്ടട്ടെ, ഇനിയും സക്സസ്ഫുൾ ആവട്ടെ, ആൻഡ് യു നോ കീപ് glowing. Thank you so much.